ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അറേബ്യൻ ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ. അതിന് വേണ്ടി 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡും കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഭയങ്കര തിക്കായിട്ടൊന്നും വരണമെന്നില്ല കേട്ടോ. ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രെഡ് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ള കസ്റ്റാർഡ് മിക്സ് ഞാൻ ബ്രെഡിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഞാനിതാണ്, കാരണം നമ്മുടെ ബ്രെഡ് ഇതിൽ സോക്കായി കിട്ടണം. അപ്പോൾ നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് 2 or 3 ലെയർ ആക്കി എടുക്കുക. ഞാനിവിടെ 3 ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ പുഡിംഗ് ട്രേ അത്ര വലിപ്പമുള്ളൂ. വലിയ ട്രേ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 4-5 ലെയറൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയറിൽ ഞാൻ കുറച്ച് ഇവാപ്പറേറ്റഡ് മിൽക്ക് വാങ്ങിച്ചത് ഇവിടെ എന്തിനാണെന്ന് അറിയാതെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ബാക്കി. അപ്പോൾ ഞാൻ അതും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ നമ്മുടെ കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കൊരു ക്രീം ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഡബിൾ ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വാനില എസൻസും മധുരത്തിന് കുറച്ച് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡബിൾ ക്രീമിന് പകരം ഫ്രഷ് ക്രീം എടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീമിനെക്കാട്ടിയും കുറച്ചും കൂടി ഫ്രഷ് ക്രീമാണ് ഈ റെസിപ്പിക്ക് അടിപൊളിയായി കിട്ടുക. ഇനി നമ്മളിതാ ബ്രെഡിൻ്റെ മേലൊന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ കയ്യിലുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് നല്ല ഭംഗിയിലൊക്കെ വേണമെങ്കിൽ ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നിയ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണം. എനിവേ എനിക്കതിന് സമയം കിട്ടിയില്ല, ഫ്രിഡ്ജിലൊക്കെ ഞാൻ വെച്ചു. ആക്രാന്തം കാരണം ഫൈനൽ ഫോട്ടോ ഞാൻ എടുക്കാൻ മറന്നുപോയി. നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ ഫോട്ടോ അയച്ചാൽ ഞാനത് സ്റ്റോറി